പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് കാസർഗോഡ് അപ്രതീക്ഷിതമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ജയിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ CPM ആദ്യം ജയിക്കേണ്ട ഒരു നിയോജക മണ്ഡലമാണ് ലോക്സഭയിലേക്ക് വന്നത്. ഇപ്പം അടിസ്ഥാനപരമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ടതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചിട്ടാണ് അസംബ്ലിയിലേക്ക് വന്നു കഴിയുമ്പോൾ 3 സീറ്റിലേക്ക് LDF ജയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അത് മാറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട വെച്ചിട്ടായിരിക്കും മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. ഇതൊരു കാസർഗോഡ് എന്നുള്ളത് ഒരു LDF കോട്ടയാണ് എന്നുള്ളത് ഇതോടുകൂടി മാറിയിരിക്കുന്നു. അവിടെ UDF ജയിക്കാം എന്നുള്ളൊരവസ്ഥ. കാരണം എനിക്ക് തോന്നുന്നു UDF ഇതിനു മുമ്പ് ഇവിടെ ലോക്സഭാ സീറ്റ് ജയിച്ചതാണ്. കാരണം അവിടുത്തെ 5 നിയമസഭാ സീറ്റും വരുന്ന ലോക്സഭാ സീറ്റ് ചെയ്ത് 84 കിലോമീറ്ററാണ്. അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ടും LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് UDF കൺസിസ്റ്റൻ്റ് ആയിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഔട്ട്സൈഡറാണ്. തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയിലെ എല്ലാ 5 നിയമസഭാ മണ്ഡലങ്ങളും ഒരൊറ്റ പാർലമെൻറ്റ് സീറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പാറ്റേൺ കൃത്യമാണ്. അതപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായ ഒരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫോർട്രസ് എന്നുള്ള ആ സ്റ്റാറ്റസ് പ്രാക്ടിക്കലി തീർന്നു എന്ന് വേണം നമുക്ക് കാസർഗോഡ് എന്ന് പറയാൻ വേണ്ടി.